എൻ്റെ ഫോണിൻ്റെ ഗാലറിയിൽ കുറച്ച് നാളായിട്ട് എന്നെ ഒന്ന് പുറത്ത് വിടണേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോയെ ഇന്ന് ഞാനങ്ങ് പുറത്ത് വിടുവാണേ. ഇന്ന് നമുക്കൊരു റെസിപ്പി വീഡിയോ ആണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വഴുതനങ്ങ തൊക്കാണ്. കുറച്ച് ദിവസം മുമ്പുള്ള നിച്ചുകൂട്ടൻ്റെ ഒരു ലഞ്ച് ബോക്സ് വീഡിയോയിൽ നാളെ വരുന്നുണ്ട് ഇതിൻ്റെ റെസിപ്പി എന്ന് വിളംബരം ചെയ്തിട്ട് പോയിട്ട് പിന്നെ അതിടാൻ പറ്റാതെ ഈ വീഡിയോ ഒരുപാട് നിലവിളിക്കേണ്ടി വന്നു ഇതിനെ ഒന്ന് പുറത്ത് വിടാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വലുതാണെങ്കിൽ ഒന്നും ചെറുതാണെങ്കിൽ 2 സവാള എടുക്കുക, ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു 10 അല്ലി വെളുത്തുള്ളി, നമ്മുടെ ഒരു കുഞ്ഞു കൈപ്പിടി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ വഴുതനങ്ങ 200 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ പൊടികളായിട്ട് 1.5 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു കുഞ്ഞ് സ്പൂൺ മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, ഓപ്ഷണലാണ്, ഞാൻ ചേർക്കാറില്ല. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. സ്റ്റൗ കത്തിച്ചൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നോട്ട് ദ പോയിൻ്റ്, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിലുകൾ മാത്രം ഉപയോഗിക്കുക. പിന്നെ നമ്മുടെ ഉർവശി ചേച്ചി പറയുന്ന പോലെ കടുക് പറ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉലുവയും ഇടാം. പിന്നെ അവർ രണ്ടും കൂടെ അവിടെ കിടന്ന് അടി കൂടി പൊട്ടിത്തെറിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതോടെ ഒന്ന് ജസ്റ്റ് വാടിക്കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാളയും ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. കൈകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. വീഡിയോയ്ക്ക് വേണ്ടി സ്പൂൺ കൊണ്ട് ഉപ്പ് ചേർക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് പണിയാകുമെന്ന് പേടിച്ച് ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഉപ്പ് ചേർത്തത്. അല്പനേരം നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അത് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കി തക്കാളി കുട്ടന്മാരെ എല്ലാം ഒന്ന് ഉടച്ച് കൊടുക്കാം. തക്കാളി കുട്ടന്മാരെ ഇടിച്ചുടച്ചതിന് ശേഷം നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ വഴുതനങ്ങ അരിഞ്ഞത് ചേർത്ത് ഇളക്കി കൊടുക്കാം. അത് നല്ലപോലെ ഇളകി മിക്സായി കഴിയുമ്പോഴേക്കും പിന്നെ നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരല്പനേരം വേവിച്ചെടുക്കാം. പിന്നീട് അതിനെ തുറന്ന് അതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളം ചേർത്ത് നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ആഫ്രിക്കൻ മല്ലിയാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ അതാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ സ്മെല്ലൊന്ന് അതിലേക്ക് വരുന്നവരേക്കും ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ വിഭവം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മളിതിനെ വഴുതനങ്ങ തൊക്ക്, വഴുതനങ്ങ കറി എന്നൊക്കെ സംബോധന ചെയ്യുമ്പോൾ നമ്മുടെ തൊട്ട് അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ മാമന്മാർ ഇതിനെ കത്തിരിക്ക തൊക്ക് എന്നാണ് വിളിക്കുന്നത്. പുറത്തുനിന്ന് വന്നതായിട്ട് കൂടി നമ്മുടെ നാട്ടിൽ അധികം പ്രാധാന്യം ലഭിക്കാത്ത ഈ വിഭവം ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണേ. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്കിതിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് കൂടി കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ പുതിയ റെസിപ്പീസും ഡേ ഇൻ മൈ ലൈഫും ഒക്കെ ആയിട്ട് എത്തുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.